بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وصحبه أجمعين. أما بعد. ഏവർക്കും സ്വതന്ത്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. സ്വാതന്ത്ര്യം ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. പാരതന്ത്ര്യം ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അഥവാ സ്വതന്ത്രനായി ജീവിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അടിമത്തം ഒരിക്കലും ഒരാൾക്കും സഹിക്കാവുന്നതല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആദർശ സംരക്ഷണത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. ആ വിശ്വാസി യജമാനനായ തമ്പുരാന്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടുക, അതാണ് സ്വാതന്ത്ര്യം. മക്കത്തുൽ മുക്കറമയിൽ ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ആരംഭകാലത്ത്. മദീനയിലേക്ക് പോയപ്പോൾ അവർക്ക് ആ സ്വാതന്ത്ര്യം ലഭിച്ചു. മക്ക വിജയത്തോടുകൂടി മക്കയിലും ആ സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ വിശ്വാസി സമൂഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തുചാടി. സർവ്വതും അതിൻ്റെ മുമ്പിൽ ഹോമിച്ചു. എല്ലാ സുഖ ആഡംബരങ്ങളും ആസ്വാദനങ്ങളും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അവർ വലിച്ചെറിഞ്ഞു. എന്തുകൊണ്ട്? അവർക്കിവിടെ സ്വതന്ത്രരായി വിശ്വാസികളായി ജീവിക്കണം, സത്യവിശ്വാസിയായി ജീവിക്കണം. അവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം, അവരുടെ ആദർശം സംരക്ഷിക്കപ്പെടണം, അവരുടെ ജീവിതം തികച്ചും അവരിച്ഛിക്കുന്ന ആ ഉന്നതമായ വഴിയിലൂടെ ആകണം. അതിന് തടസ്സം വന്നപ്പോൾ വിശ്വാസി സമൂഹം സ്വാതന്ത്ര്യ സമര ഭൂമിയിലേക്ക് എടുത്തു ചാടി. അതിലവർ വിജയം വരിച്ചു. സർവ്വതും അർപ്പിച്ചുകൊണ്ട്, ജീവൻ അർപ്പിച്ചുകൊണ്ട്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസി സമൂഹം അവരുടെ ജീവൻ അർപ്പണം ചെയ്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്വാതന്ത്ര്യ സമരവും നമുക്ക് നൽകുന്ന പാഠം, സന്ദേശം, സ്വാതന്ത്ര്യ ജീവിതത്തിന് വേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടിയുള്ള സമരത്തിൽ കഴിഞ്ഞുകൂടുക എന്നാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ കഴിഞ്ഞുകൂടുക. ഓരോ സ്വാതന്ത്ര്യ സമരവും നമ്മുടെ മുമ്പിൽ ഉണർത്തുന്ന സന്ദേശം അതാണ്. സ്വാതന്ത്ര്യം വിശ്വാസം സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു. ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുവാനും സ്വാതന്ത്ര്യ ഇച്ഛുക്കളായ വിശ്വാസികൾ സന്നദ്ധരാണ്, തയ്യാറാണ് എന്ന പ്രതിജ്ഞ, എന്ന സന്ദേശമാണ് ഓരോ സ്വാതന്ത്ര്യ സമരവും നമുക്ക് നൽകുന്നത്. നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളുടെ കൊടുമുടികൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ കൊടുമുടികൾ താണ്ടി നാം നമ്മുടെ വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതുണ്ട്. ഓരോ സ്വാതന്ത്ര്യ സമരത്തിലും നമുക്ക് ആ പ്രതിജ്ഞയെടുക്കാം. സർവാധിനാഥൻ സർവ സ്വതന്ത്രരായി അവൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.